ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐഎം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭാ ചേംബറിൽ യുവാക്കൾ പുക ബോംബെറിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നാണ്. 2023 ഡിസംബർ 13. 2023 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭാ ചേംബറിൽ യുവാക്കൾ പുക ബോംബെറിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. 2001 ഡിസംബർ 13 നടന്ന ആദ്യ പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാമത് വാർഷികത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നത്. ഗ്യാസ് കാനിസ്റ്റർ എന്ന പുകബോംബാണ് പ്രതിഷേധത്തിന് ഉപയോഗിച്ചത്. ആഗോള സംരംഭക കൂട്ടായ്മയായ ദി ഇൻഡസ് എന്റർപ്രണേഴ്സിന്റെ കേരള ചാപ്റ്റർ ഒരുക്കുന്ന 12ാമത് സംരംഭക സമ്മേളനത്തിന്റെ പേരെന്താണ്? ടൈക്കോൺ കേരള 2023. ആഗോള സംരംഭക കൂട്ടായ്മയായ ദി ഇൻഡസ് എന്റർപ്രണേഴ്സിന്റെ കേരള ചാപ്റ്റർ ഒരുക്കുന്ന 12ാമത് സംരംഭക സമ്മേളനത്തിന്റെ പേരാണ് ടൈക്കോൺ കേരള 2023. ഡിസംബർ 15-16 തീയതികളിൽ കൊച്ചിയിൽ വെച്ചാണ് ടൈക്കോൺ കേരള സംരംഭക സമ്മേളനം നടക്കുന്നത്. 2023 കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? ചിൽഡ്രൻ ഓഫ് നോബഡി. ചിൽഡ്രൻ ഓഫ് നോബഡി എന്ന ചിത്രമാണ് 2023 കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. ഇസ്രയേലി സംവിധായകൻ എരസ് ടാഡ്മോർ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. വെനസ്വേലയിൽ നിന്നുള്ള കാർലോസ് മലാവെയാണ് മികച്ച സംവിധായകൻ. ചിത്രം വൺ വേ. തെരുവു വിളക്കുകളിൽ LED ബൾബുകൾ സ്ഥാപിക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? നിലാവ്. നിലാവ് എന്ന പദ്ധതിയാണ് തെരുവു വിളക്കുകളിൽ LED ബൾബുകൾ സ്ഥാപിക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ഡിസംബർ 12 മുതൽ 14 വരെ നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ഡിസംബർ 12 മുതൽ 14 വരെ നടന്നത്. ഇന്ത്യയാണ് നിലവിൽ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GPAI-യുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്നത് ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിൽ വെച്ചാണ്. 2023 PV സാമി സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മോഹൻലാൽ. പ്രശസ്ത മലയാള സിനിമാ താരമായ മോഹൻലാലിനാണ് 2023 PV സാമി സ്മാരക പുരസ്കാരം ലഭിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ വ്യവസായിയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായിരുന്നു PV സാമി. അന്താരാഷ്ട്ര ടെന്നീസിൽ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ടെന്നീസ് താരങ്ങൾ ആരൊക്കെയാണ്? വിജയ് അമൃത് രാജ്, ലിയാണ്ടർ പേസ്. ഇന്ത്യൻ ടെന്നീസ് താരങ്ങളായ വിജയ് അമൃത് രാജ്, ലിയാണ്ടർ പേസ് എന്നിവരാണ് അന്താരാഷ്ട്ര ടെന്നീസിൽ ഹാൾ ഓഫ് ഫെയിം പട്ടികയിൽ ഇടം നേടിയ കളിക്കാർ. ടെന്നീസിൽ അപൂർവ നേട്ടം കരസ്ഥമാക്കിയവരുടെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ഏഷ്യക്കാരാണ് വിജയ് അമൃത് രാജും ലിയാണ്ടർ പേസും. തുർക്കി സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ റഫറിയുടെ മുഖത്ത് അടിച്ചതിനെ തുടർന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ക്ലബ്ബ് പ്രസിഡന്റ് ആരാണ്? ഫാറൂഖ് കൊച്ച. തുർക്കി സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ റഫറിയുടെ മുഖത്ത് അടിച്ചതിനെ തുടർന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ക്ലബ്ബ് പ്രസിഡന്റാണ് ഫാറൂഖ് കൊച്ച. അങ്കാറഗുജു ക്ലബിന്റെ പ്രസിഡന്റായിരുന്നു ഫാറൂഖ് കൊച്ച. റഫറിയായ ഹലിൽ യുമുദ്ദീനാണ് മർദ്ദനം ഏറ്റത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ഏത് രാജ്യം കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ 13 പാസാക്കിയത്? ഈജിപ്ത്.
ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ഈജിപ്ത് കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ 13 പാസാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഏത് കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ആദ്യമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള ഉടമ്പടി അംഗീകരിച്ചത്? 28ാമത് ദുബായ് ഉച്ചകോടിയിൽ. 2023 നടന്ന 28ാമത് ദുബായ് ഉച്ചകോടിയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ദുബായ് കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ആദ്യമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള ഉടമ്പടി അംഗീകരിച്ചത്. 2023 നടന്ന ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ദുബായ് ഉച്ചകോടിയിലാണ് ആദ്യമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള ഉടമ്പടി അംഗീകരിച്ചത്. മലയാള സാഹിത്യവേദിയുടെ 2023 ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ടി പത്മനാഭനും എഴുത്തുകാരിയായ സ്നൂപ വിനോദും. മലയാള സാഹിത്യവേദിയുടെ 2023 ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ടി പത്മനാഭൻ, സ്നൂപ വിനോദ് എന്നിവർ. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉപുൽ തംരഗ. മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമായ ഉപുൽ തംരഗയാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ വ്യക്തി. 2023 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? ശുഭ്മാൻ ഗിൽ. ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ ആണ് 2023 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തവണ സെർച്ച് ചെയ്യപ്പെട്ട ക്രിക്കറ്റ് താരം. കഴിഞ്ഞ 25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയും കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ്. 2023 ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലാണ്. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഇഗ ഷ്വാംടെക്. പോളണ്ടിന്റെ ഇഗ ഷ്വാംടെക് ആണ് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി. തുടർച്ചയായി 2ാം തവണയാണ് ഇഗ ഷ്വാംടെക് പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്നത്. ഏതൊക്കെ നിയമസഭകളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് ലോകസഭ ഡിസംബറിൽ പാസാക്കിയത്? ജമ്മു കാശ്മീർ, പുതുച്ചേരി നിയമസഭകളിൽ. ജമ്മു കാശ്മീരിലെയും പുതുച്ചേരിയിലെയും നിയമസഭകളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് ലോകസഭ ഡിസംബറിൽ പാസാക്കിയത്. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം 2023 ഡിസംബർ 13 മുതൽ 22 വരെ നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചാണ് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം 2023 ഡിസംബർ 13 മുതൽ 22 വരെ നടക്കുന്നത്. ലോകത്തിലെ 7 പ്രമുഖ ക്ലബ്ബുകളാണ് ഈ ലോകകപ്പിൽ മത്സരിക്കുന്നത്. ആയുർവേദ ഡോക്ടർമാർക്കായി ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അഗ്നി പദ്ധതി. അഗ്നി പദ്ധതി എന്ന പേരിലുള്ള പദ്ധതിയാണ് ആയുർവേദ ഡോക്ടർമാർക്കായി ആയുഷ് മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി. ആയുർവേദ ഗ്യാൻ നൈപുണ്യ ഇനീഷ്യേറ്റീവ് എന്നതാണ് അഗ്നിയുടെ പൂർണ്ണരൂപം. ആയുർവേദ ഡോക്ടർമാർക്ക് പുതിയ ചികിത്സാ രീതികൾ മനസ്സിലാക്കുന്നതിനും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറ്റലിയുടെ ഏത് ഇതിഹാസ താരമാണ് 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചത്? ജോർജിയോ ചെല്ലിനി. ഇറ്റലിയുടെ ഇതിഹാസ താരമായ ജോർജിയോ ചെല്ലിനിയാണ് 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചത്. അരുൺ അലോഷ്യസ് രചിച്ച ഏത് പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഡിസംബർ 13 കോവളത്ത് കടലിനടിയിൽ വെച്ച് നടന്നത്? പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ. അരുൺ അലോഷ്യസ് രചിച്ച പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഡിസംബർ 13 കോവളത്ത് വെച്ച് കടലിനടിയിൽ വെച്ച് നടന്നത്.
കേരളത്തിലെ പ്രമുഖ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറും അക്വേറിയം സ്പെഷ്യലിസ്റ്റുമാണ് അരുൺ അലോഷ്യസ്. മാരക രോഗാണുക്കളിൽ പരീക്ഷണം നടത്തുന്നതിനുള്ള ബയോസേഫ്റ്റി ലെവൽ 3 ലാബ് BSL-3 ലാബ് കേരളത്തിൽ സ്ഥാപിതമായത് എവിടെയാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് മാരക രോഗാണുക്കളിൽ പരീക്ഷണം നടത്തുന്നതിനുള്ള ബയോസേഫ്റ്റി ലെവൽ 3 ലാബ് കേരളത്തിൽ സ്ഥാപിതമായത്. 2023 കേരള ഊർജ സംരക്ഷണ അവാർഡ് നേടിയ സ്ഥാപനങ്ങൾ ഏതാണ്? അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും. 2023 കേരള ഊർജ സംരക്ഷണ അവാർഡ് നേടിയ സ്ഥാപനങ്ങളാണ് അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും. വൻകിട ഊർജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിലാണ് ഈ സ്ഥാപനങ്ങൾ പുരസ്കാരം നേടിയത്. പഴയ നിയമസഭാ മന്ദിരത്തിൽ ഡിസംബർ 26 മുതൽ 28 വരെ കുട്ടികളുടെ ബാല പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് പഴയ നിയമസഭാ മന്ദിരത്തിൽ ഡിസംബർ 26, 27, 28 തീയതികളിൽ കുട്ടികളുടെ ബാല പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങൾക്കാണ് ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമല്ലാത്തത്? 74.1%. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 74.1% ജനങ്ങൾക്കാണ് ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമല്ലാത്തത്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ഡിസംബർ 10 മുതൽ 17 വരെ നടക്കുന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ഡിസംബർ 10 മുതൽ 17 വരെ നടക്കുന്നത്. ഉജ്ജ്വല എന്നു പേരുള്ള കുരുവിയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.